ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1990 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1990 സുരേഷ് ഗോപി നായകനായും പ്രതിനായകനായും ഒരേപോലെ തിളങ്ങിയ വർഷമായിരുന്നു. ഒരു ചിത്രത്തിലെ ഗസ്റ്റ് വേഷം ഉൾപ്പെടെ ആകെ 14 ചിത്രങ്ങളിലാണ് 90 സുരേഷ് ഗോപി അഭിനയിച്ചത്. സാമ്പത്തിക വിജയങ്ങൾ വളരെ കുറവായ ഈ വർഷത്തിൽ ഏതൊക്കെയാണ് സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രങ്ങളെന്ന് നോക്കാം. 1990 സുരേഷ് ഗോപി അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 12 തിയേറ്ററുകളിലെത്തിയ വർത്തമാനകാലം. സുരേഷ് ഗോപി, ജയറാം, ബാലചന്ദ്രമേനോൻ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. ലിബർട്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലിബർട്ടി ബഷീർ നിർമ്മിച്ച് പ്രശാന്ത് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ വർത്തമാനകാലം ഉർവശി അവതരിപ്പിച്ച അരുന്ധതി മേനോൻ എന്ന കഥാപാത്രത്തിന്റെ വിവിധ കാലങ്ങളിലുള്ള ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമായിരുന്നു. MG സോമൻ, KP ഉമ്മർ, പറവൂർ ഭരതൻ, ജഗന്നാഥ വർമ്മ, ബാബു നമ്പൂതിരി, ലാലു അലക്സ് തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര രീതിയിൽ ശോഭിച്ചില്ല. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 90 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജനുവരി 26 തിയേറ്ററുകളിലെത്തിയ ഒരുക്കം. അക്കാലത്തെ ആക്ഷൻ സസ്പെൻസ് ചിത്രങ്ങളുടെ അമരക്കാരനായിരുന്ന K. മധു ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. സുരേഷ് ഗോപി ആക്ഷൻ ഹീറോ ആയി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ രഞ്ജിനിയായിരുന്നു നായിക. മുരളി, ലാലു അലക്സ്, വിജയരാഘവൻ, സായി കുമാർ, സിതാര, പാർവതി, ജോസ് പ്രകാശ്, ജഗതി ശ്രീകുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി പുറത്തിറങ്ങിയ ഈ ചിത്രം എന്നാൽ സാമ്പത്തികമായി ഉദ്ദേശിച്ച വിജയം കൈവരിച്ചില്ല. വർത്തമാനകാലത്തിൻ്റെ പരാജയത്തിന് ശേഷം ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ ഒരുക്കവും പരാജയപ്പെട്ടത് താരത്തിന് നിരാശയായിരുന്നു സമ്മാനിച്ചത്. 90 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു സുരേഷ് ഗോപിയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ച ലെനിൻ രാജേന്ദ്രൻ്റെ വചനം. മാർച്ച് 16 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ലെനിൻ രാജേന്ദ്രൻ ചിത്രമായതുകൊണ്ട് തന്നെ ഒരു ആർട്ട് ചിത്രം എന്ന പ്രതീതിയിൽ വളരെ ലോ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. എന്നാൽ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രമായിരുന്നു വചനം. നല്ലൊരു ചിത്രം എന്ന പേര് നേടിയെങ്കിലും വചനം ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി. സിതാര നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ചാരുഹാസൻ, ശ്രീവിദ്യ, തിലകൻ, നെടുമുടിവേണു തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മോഹൻ സിതാര സംഗീത സംവിധാനം നിർവഹിച്ച നീർമിഴി പീലിയിൽ എന്ന ഗാനം 90 ഏറ്റവും അധികം പ്രേക്ഷക ശ്രദ്ധ നേടിയ ഗാനങ്ങളിലൊന്നായിരുന്നു. 1990 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ശശികുമാർ സംവിധാനം ചെയ്ത രാജവാഴ്ച. മാർച്ച് 29 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ സായി കുമാറും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. ഗ്രാമീണ പശ്ചാത്തലത്തിലൊരുക്കിയ ഫാമിലി ആക്ഷൻ എൻ്റർടൈനറായിരുന്നു രാജവാഴ്ച. SL പുരം സദാനന്ദൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ രഞ്ജിനിയും ചിത്രയുമായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തിരുന്നത്. മാരുതി പിക്ചേഴ്സ് നിർമ്മിച്ച ഈ ചിത്രം സുരേഷ് ഗോപിയുടെ തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് അർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രമായിരുന്നു രാജവാഴ്ച. തിലകൻ, MG സോമൻ, ഇന്നസെൻറ്റ്, മാമുക്കോയ, ജഗതി, മോഹൻരാജ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 90 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി IV ശശി സംവിധാനം ചെയ്ത മിഥ്യ. ഏപ്രിൽ 12 റിലീസ് ചെയ്ത ഈ ചിത്രം അനു എൻ്റർപ്രൈസസിൻ്റെ ബാനറിൽ സീമ ശശിയായിരുന്നു നിർമ്മിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ കൂടെ സുരേഷ് ഗോപിയും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. MD വാസുദേവൻ നായർ രചന നിർവഹിച്ച ഈ ചിത്രം അതുകൊണ്ട് തന്നെ റിലീസിന് മുന്നേ വമ്പൻ പ്രതീക്ഷകളുമായിട്ടായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന അഭിപ്രായം നേടിയെങ്കിലും തിയേറ്റർ കളക്ഷനിൽ അത് പ്രതിഫലിച്ചില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി, IV ശശി ടീം ഒരുമിച്ച ഈ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെടുകയായിരുന്നു. രൂപിണി മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്യാം ആയിരുന്നു. 90 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 4 തിയേറ്ററുകളിലെത്തിയ ഇന്നലെ. സുരേഷ് ഗോപി, ജയറാം, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പത്മരാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ബസ് അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയെടുത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടിയ ചിത്രമായിരുന്നു ഇന്നലെ.
പത്മരാജൻ തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ABR പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചത്. മുൻനിര താരങ്ങളുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയ ഇന്നലെയിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധ നേടി. പെരുമ്പാവൂർ G. രവീന്ദ്രനാഥായിരുന്നു ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 90-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 18-ന് തിയേറ്ററുകളിലെത്തിയ തൂവൽ സ്പർശം. കമലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ ജയറാമും മുകേഷും സായികുമാറുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. എവർഷൈൻ പിക്ചേഴ്സ് നിർമ്മിച്ച തൂവൽ സ്പർശത്തിൽ സുരേഷ് ഗോപിയും തരക്കേടില്ലാത്തൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഒരു കൊച്ചുകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി കമൽ ഒരുക്കിയ ഈ കോമഡി ഫാമിലി ഡ്രാമ എന്റർടൈനർ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. അക്കാലത്ത് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഇഷ്ടചിത്രമായി മാറിയ തൂവൽ സ്പർശത്തിന് കലൂർ ഡെന്നിസ് ആയിരുന്നു തിരക്കഥയൊരുക്കിയത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ തൂവൽ സ്പർശം ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു. ഇന്നസെന്റ്, മാമുക്കോയ, രഞ്ജിനി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഔസേപ്പച്ചനായിരുന്നു നിർവഹിച്ചത്. 90-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മിണ്ടാപ്പൂച്ചക്ക് കല്യാണം. ജൂലൈ 27-ന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയായിരുന്നു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം വളരെ മുന്നേ ചിത്രീകരണം പൂർത്തിയാക്കി ഡിലേഡ് റിലീസായിട്ടായിരുന്നു 90 ജൂലൈയിൽ പുറത്തിറങ്ങിയത്. നടൻ ജഗദീഷ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, മുകേഷ്, ജഗദീഷ്, ലിസി, ജഗതി ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഗിച്ചു ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിരുന്നു. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച 3 അതിമനോഹരമായ ഗാനങ്ങൾ മാത്രമായിരുന്നു ഈ ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഏക പ്ലസ് പോയിന്റ്. 1990-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ അർഹത. ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 23-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം വെറ്റേറൻ ഡയറക്ടർ IV ശശിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സുരേഷ് ഗോപി പ്രതിനായിക വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ഉർവശിയും രേഖയുമായിരുന്നു നായികമാരായി എത്തിയത്. ഷിർദിസായി ക്രിയേഷൻസിന്റെ ബാനറിൽ PKR പിള്ള നിർമ്മിച്ച ഈ ചിത്രത്തിന് T. ദാമോദരനായിരുന്നു തിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. IV ശശിയുടെ സ്ഥിരം പാറ്റേണിലുള്ള വൻ താരതമ്യമായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഓണത്തിന് ഒരാഴ്ച മുന്നേ മറ്റ് ചിത്രങ്ങൾ റിലീസ് ചെയ്തത് കാരണം വമ്പൻ ഇനിഷ്യലായിരുന്നു നേടിയിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ മിക്സ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടും ഓണച്ചിത്രങ്ങളുടെ വരവും പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ ഉദ്ദേശിച്ച കളക്ഷൻ നേടാനായില്ല. അതുകൊണ്ട് തന്നെ അർഹത സാമ്പത്തികമായി വൻ വിജയം നേടിയില്ല. 90-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 4-ാം തീയതി തിയേറ്ററുകളിലെത്തിയ കൗതുക വാർത്തകൾ. സുരേഷ് ഗോപി, മുകേഷ്, സിദ്ദിഖ്, മണിയൻപിള്ള രാജു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. VR ഗോപാലകൃഷ്ണൻ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ കൗതുക വാർത്തകളിൽ ഉർവശിയും രഞ്ജിനിയുമായിരുന്നു നായികമാർ. മാമുക്കോയ, ഫിലോമിന, ഇന്നസെന്റ്, NL ബാലകൃഷ്ണൻ, കൽപ്പന, ശങ്കരാടി തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം കോമഡി ചിത്രം എന്ന ലേബലിൽ പുറത്തിറങ്ങിയതും പ്രമേയത്തിലെ പുതുമയും കാരണം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റിൽ ഒരുക്കിയ കൗതുക വാർത്തകൾ സാമാന്യം തരക്കേടില്ലാത്ത വിജയം നേടിയ ചിത്രമായിരുന്നു. നവയുഗ ആർട്സ് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയില്ലെങ്കിലും എബോവ് ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു കൗതുക വാർത്തകൾ. 90-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു സാന്ദ്രം. ഒക്ടോബർ 5-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ പാർവതിയായിരുന്നു നായിക. അശോകൻ, താഹ എന്നീ ഇരട്ട സംവിധായകർ തിരക്കഥാ സംഭാഷണം രചിച്ച് സംവിധാനം നിർവഹിച്ച ഈ ചിത്രം ഒരു സീരിയസ് പ്രമേയമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ഫാമിലി ത്രില്ലറിൽ സായ് കുമാർ, ക്യാപ്റ്റൻ രാജു, മാമുക്കോയ, കുതിരവട്ടം പപ്പു, ഇന്നസെന്റ്, കൽപ്പന തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നിട്ട് കൂടി സാന്ദ്രം എന്നാൽ പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിക്കാതെ പരാജയ ചിത്രമായി മാറി സാന്ദ്രം. എൻജോയ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച 2 മനോഹര ഗാനങ്ങൾ ചിത്രത്തിന് ഏറെ മുതൽക്കൂട്ടായി. 90-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു
നവംബർ 9 തിയേറ്ററുകളിലെത്തിയ സിദ്ദിഖ് ലാലിന്റെ ഇൻ ഹരിഹർ നഗർ. മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു കോമഡി ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. സിദ്ദിഖ് ലാലുമാരുടെ ആദ്യ ചിത്രമായ റാംജി റാവ് സ്പീക്കിംഗ് നേടിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ABC സെന്ററുകൾ എന്ന വ്യത്യാസമില്ലാതെ മികച്ച കളക്ഷൻ നേടിയ ഇൻ ഹരിഹർ നഗർ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. സുരേഷ് ഗോപിയും സായി കുമാറും രേഖയും ഗസ്റ്റ് റോളുകൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ വിജയത്തിലൂടെയാണ് ജഗദീഷും സിദ്ദിഖും രണ്ടാം നിര നായക നിരയിലേക്ക് ഉയരുന്നത്. S. ബാലകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച 2 മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചു. 1990 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു നവംബർ 30 തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. ജോഷിയുടെ സംവിധാനത്തിൽ പത്മരാജന്റെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. സുരേഷ് ഗോപി, മുരളി, MG സോമൻ, ദേവൻ, നെടുമുടി വേണു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം സസ്പെൻസ് ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകി. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പരാജയ ചിത്രമായി മാറി ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. മമ്മൂട്ടി, ജോഷി, പത്മരാജൻ എന്നീ പ്രതിഭാധനർ ഒരുമിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത് നിരവധി ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ വേണ്ട രീതിയിൽ ലഭിക്കാതെ പോയതുകൊണ്ട് മാത്രമാണ്. 1990 സുരേഷ് ഗോപിയുടെ അവസാനത്തെ ചിത്രമായിരുന്നു ഡിസംബർ 20 റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ പരമ്പര. മുദ്ര ആർട്സിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് സിബി മലയിലായിരുന്നു. മമ്മൂട്ടി ഡബിൾ റോളിലെത്തിയ ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയത് SN സ്വാമിയാണ്. മമ്മൂട്ടി ജോണി എന്ന നായക കഥാപാത്രമായും ലോറൻസ് എന്ന അച്ഛൻ കഥാപാത്രമായും തിളങ്ങിയ ഈ ചിത്രത്തിൽ സുമലതയായിരുന്നു നായികയായി എത്തിയത്. സുരേഷ് ഗോപിയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് മോഹൻ സിത്താരയായിരുന്നു. മമ്മൂട്ടി ഡബിൾ റോളിൽ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രീ പബ്ലിസിറ്റി ലഭിച്ച ചിത്രമായിരുന്നു പരമ്പര. എന്നാൽ റിലീസിന് ശേഷം മിക്സ്ഡ് വേർഡ് ഓഫ് മൗത്തിലൂടെ വളരെ തണുത്ത പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഭാധനരായ മമ്മൂട്ടി, SN സ്വാമി, സിബി മലയിൽ ടീം ഒരുമിച്ച ഈ ചിത്രം സാമ്പത്തികമായി വിജയമായിരുന്നില്ല. ആകെ സമ്മറി നോക്കുമ്പോൾ 90 സുരേഷ് ഗോപി അഭിനയിച്ച 14 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ സാമ്പത്തിക വിജയം നേടിയപ്പോൾ 2 ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. ബാക്കി 10 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. ഇതിൽ സുരേഷ് ഗോപി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചത് 3 ചിത്രങ്ങളായിരുന്നു. മോഹൻലാലിന്റെ കൂടെ 1 ചിത്രത്തിലും ജയറാമിന്റെ കൂടെ 3 ചിത്രത്തിലും അഭിനയിച്ചു. ഇത്രയുമാണ് 1990 സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.